മാർക്കറ്റിൽ എന്തെങ്കിലും ഗിമ്മിക്സ് കാണിക്കണം, ഒന്ന് ഹൈപ്പ് കയറ്റണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈസിലി പറ്റുന്ന ആൾക്കാരാണ് ഇവിടുത്തെ നമ്പർ 1 ഡെവലപ്പർ ആയിട്ടുള്ള ഇമാർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മലയാളികളിൽ എത്ര പേര് അറിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇമാറിൻ്റെ പുതിയൊരു ലോഞ്ച് വന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നിങ്ങൾ അറിഞ്ഞില്ലോ എന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയേ, 15-ാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 18-ാം തീയതി ഫെബ്രുവരി 2 മണി വരെ മാത്രമാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് 17-ാം തീയതിയും 18-ാം തീയതി ആയിട്ട് അവർ ബൾക്ക് യൂണിറ്റ് മൊത്തം സെല് ചെയ്യും. അതിനുശേഷം 19-ാം തീയതി ആകുമ്പോഴത്തേക്ക് പ്രയോറിറ്റി 1 to ജനറൽ ബുക്കിംഗ് ആ പറയുന്ന ക്ലസ്റ്റർ തീർന്നു. ഏതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് പറയുന്നത് അൽമക്തൂം എയർപോർട്ട്. ആ അൽമക്തൂം എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ആദ്യം വന്ന നമ്മുടെ ഇമാർ സൗത്ത് കമ്മ്യൂണിറ്റിയിൽ ഈ വർഷത്തെ 2025 ഏറ്റവും അവസാനത്തെ ടൗൺ ഹൗസ് റിലീസ് എന്ന് അവർ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഇത് ഞാനല്ല, അവർ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കാണാം, മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് ടൗൺ ഹൗസ് ലോഞ്ച് ഇൻ ഇമാർ സൗത്ത് ഇൻ 2025. അവരത് മാറ്റുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടി പറഞ്ഞാണ്. ഇതാണ് എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെപ്പറ്റി ടോട്ടലി ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. സ്കൂള്, മോള്, ഹോസ്പിറ്റല്, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടേ. അതിൽ ഇതാണ് ആ ഒരു 18 ഹോൾ ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ചുറ്റും കാണുന്ന ഈ ഇത്രയും സ്ഥലങ്ങൾ കണ്ട, ഇതെല്ലാം അപ്പാർട്ട്മെന്റ് ആണ്. ഇതിനകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത മേബി ഒരു 3-4 വർഷം അവർക്ക് സെല് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതാണ്ട് ഈ അപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇവിടെ ഫുൾ ഈ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആകുമ്പോൾ തീരാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 22,700 യൂണിറ്റ്സ് ആണ്. അപ്പാർട്ട്മെന്റ്സും ടൗൺ ഹൗസും വില്ലാസും എല്ലാം കൂടെ. അതിനകത്ത് 15,360 അപ്പാർട്ട്മെന്റ് ആണ് വരാൻ പോകുന്നത്. ബാക്കി 7,000 മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ ടൗൺ ഹോമും വില്ലാസും എല്ലാം കൂടെ വരുന്നത്. അതിൽ ഇപ്പോൾ ഇതിനകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി ഈ ലോകത്തിന്റെ വലിയ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ഇമാറിന്റെ ഒരു 18 ഹോൾ ഗോൾഫ് കോഴ്സ് അല്ല, സ്കൂൾസും ഹോസ്പിറ്റലും എല്ലാ കാര്യങ്ങളും ഉള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഈ പറയുന്ന 3 എണ്ണം മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഈ കാണുന്ന 196 എണ്ണം മാത്രമാണ് അവരിപ്പോൾ റിലീസ് ചെയ്യുന്നത്. മേ ബി ഇനി ഒരു ഹൈ ഡിമാൻഡ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഇതും കൂടെ റിലീസ് ചെയ്തിട്ട് അവർ നിർത്തുമായിരിക്കാം. സോ ഫാർ ഇതുവരെ ഇത് മാത്രമേ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യമായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് ദുബായിയുടെ മാപ്പ്. ഇതിൽ ഒരു കമ്മ്യൂണിറ്റീസ് ചെയ്ത് നമുക്ക് തെളിയിച്ച് കാണിച്ച് തന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി അത് ഇമാർ തന്നെയാണ്. അത് അവരുടെ ഡൗൺ ടൗൺ ആയിക്കോട്ടെ, എമിറേറ്റ്സ് ഹിൽസ് ആയിക്കോട്ടെ, ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ആയിക്കോട്ടെ, അറേബ്യൻ റാഞ്ചസ് 1, 2, 3 ആയിക്കോട്ടെ, അവരുടെ വാലി ആയിക്കോട്ടെ, അതേപോലെ അൽമക്തൂം എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഇമാർ സൗത്ത്, ഇവിടെയാണ് ആ കമ്മ്യൂണിറ്റി വരുന്നത്. ബാക്കി എല്ലാവരുടെ കാര്യങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ 3 ബെഡ്റൂം 4 ബെഡ്റൂം ടൗൺ ഹൗസ് വരുന്നുണ്ട്. 3 ബെഡ്റൂമിനാണെങ്കിൽ 3.3 മില്യൺ ആണ്. 4 ബെഡ്റൂം ആണെങ്കിൽ അവർക്ക് 3.9 മില്യൺ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, 1 ലക്ഷം ദിർഹമോ 1.5 ലക്ഷം ദിർഹമോ 2 ലക്ഷം ദിർഹമോ കൂടുതലാണെങ്കിലും വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നല്ല ഡെവലപ്പറിന് വാങ്ങിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് വൺസ് അത് കിട്ടുമ്പോഴത്തേക്ക് മനസ്സിലാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷേ പരിമിതമായുള്ള സമയം കാരണം ഞാൻ നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം.